ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇരുന്ന് കാണുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ പോയി കാണുക. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് ടി വിയിൽ കാണാൻ തുടങ്ങിയിട്ട് ഇനി ഒരു കാര്യം ചെയ്യാം, ടി വി ഓഫാക്കിയിടുക ഗൈസ്. ഭയങ്കര ബോറടിക്കുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോയാലോ ഗൈസ്? എന്തായാലും ഇപ്പോൾ ഒരു ജോലി ഇല്ല. ഗൈസ്, എൻ്റെ ബോസ് എന്നെ വിളിച്ചിരുന്നു കേട്ടോ. ബോസ് എന്തോ ഒരു പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഞാനൊരു വാടക കൊലയാളിയാണ്. എൻ്റെ ജോലി അതായതുകൊണ്ട് പിന്നെ ഞാൻ അതിന് പോകുന്നു ഗൈസ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നാരെയാണ് കൊല്ലേണ്ടത് നമുക്ക് പോയിട്ട് ബോസിനോട് ചോദിക്കാം. പിന്നെ ഈ ഒരു ബോസിൻ്റെ താവളം വരുന്നത് ഈ ഒരു ജംഗിളിൻ്റെ നടുക്കുള്ള ആ വീടാട്ടോ, അതാണ് ബോസിൻ്റെ താവളം. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് നേരെ വണ്ടി വിടാം ഗായ്സ്. അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ബോസ് വിളിച്ച കാര്യം എന്താ ചോദിക്കുക, എന്നാരെയാണാവോ കൊല്ലേണ്ടത് ഗൈസ്. നമുക്ക് ഓരോ ദിവസം 2 ആൾക്കാരെ വെച്ചിട്ടാട്ടോ തരിക. അപ്പം ഫസ്റ്റത്തെ ആൾ നമുക്ക് എന്തായാലും പോയിട്ട് കൊല്ലാൻ നോക്കാം. ബോസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്കതായത് ചോദിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് ബോസ്, അപ്പോൾ ഇന്നാരെയാണ് കൊല്ലേണ്ടത്? വന്നല്ല. വന്നു ബോസേ. അപ്പോൾ ഇന്നാരെ കൊല്ലേണ്ടത്? കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ ഇപ്പോൾ ഒരാളുണ്ട്, അയാൾ 1 മണിക്കൂർ നേരത്തേക്ക് ഒറ്റക്കാ. അവനെ അങ്ങ് തട്ടിയിട്ട് വാ. ഓക്കെ ബോസ്, ഞാൻ എന്തായാലും അയാളെ പോയി തട്ടിയിട്ട് വരാം. ഓക്കെ, എന്നാൽ ശരി. എടാ, കയ്യും കാലും ഓടിക്കാണ്ട് പൊക്കോട്ടോ. അതൊക്കെ ഈ ജാക്കിനറിയാം ബോസേ. ഗായ്സ്, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ബോസ് പറഞ്ഞ ആ ഒരാളെ പോയിട്ട് കൊല്ലാട്ടോ. ഗായ്സ്, നമ്മളെന്തായാലും ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബോസ് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. പിന്നെ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ആകെ ഒരൊറ്റ ഒരു ഫാക്ടറി ഉള്ളു കേട്ടോ, അത് ഈ ഒരു ഫാക്ടറി തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ അയാളുണ്ടോ നോക്കട്ടോ. അയാളെ ഫോട്ടോ പിന്നെ എനിക്ക് ബോസ് അയച്ചു തന്നു, അതുകൊണ്ട് എനിക്ക് അയാളെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. പിന്നെ ഇവിടെ ആകെ ഒരാളെന്നല്ലേ ഉള്ളൂ ഗൈസ്. നമ്മളല്ലേ ഈ കണ്ടെയ്നേഴ്സിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി. ഗൈസ്, കിട്ടി. ഇയാളുടെ ഫോട്ടോ കേട്ടോ ബോസ് നമുക്ക് അയച്ചെന്നിരുന്നത്. എന്തായാലും കാര്യം, നമുക്ക് സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ചിട്ട് മെല്ലെ നോക്കട്ടോ ഗൈസ്. ഗൈസ്, നമ്മൾ തോളിനിട്ട് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അയാളവിടെ വീണിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ബോസിൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. നമ്മളിപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാം, ഏതെങ്കിലും വഴി കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് മാറിക്കട അവിടുന്ന്. ഇയാളും ബാക്കിയുള്ളവരെയും കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൈസ്. എന്തായാലും ബോസ് ഈ ഒരു ഗാർഡനിലേക്ക് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ബോസ് ഇവിടെ തന്നെ നിൽക്കുന്നു കേട്ടോ. ബോസേ, അയാളെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് ആരെയാണ്? ഇന്ന് എനിക്ക് ഒരാളെയും കൂടെ ഇനി കൊല്ലാനുണ്ടല്ലോ. എടോ, അതാരാന്ന് വെച്ചാൽ ഒരു ചെറുക്കനാ, ഫെലിക്സ്. അവൻ്റെ ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അവനെ പോയി നീ കൊല്ലണം. ഫെലിക്സോ? ഫെലിക്സ് തന്നെ, ഈ ചെറുക്കൻ. ഗായ്സ്, എൻ്റെ അനിയനല്ലേ ഇത്? നിനക്കെന്താ ഒരു പരിങ്ങൽ? നിനക്കവനറിയോ? ഇല്ല, ഞാൻ പോയിട്ട് അവനെ തീർത്തിട്ട് വരാം ബോസ്. ഓക്കെ. സ്വന്തം ചേട്ടനോട് സ്വന്തം അനിയനെ കൊല്ലാൻ പറയുന്നു, അത് ശരി. ഇത് നടക്കാത്ത കേസാണല്ലോ ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫെലിക്സിനെ കൊല്ലണ്ട ഗൈസ്. അവൻ എന്തായാലും ഇവിടുന്ന് മാറ്റി നിർത്തിയേ പറ്റും, അല്ലെങ്കിൽ ശരിയാവൂല കേട്ടോ. ഇയാളെങ്ങനെ തെരഞ്ഞു പിടിച്ചവനെ കൊന്നാ എനിക്കറിയൂല ഗൈസ്. എനിക്കാണെങ്കിൽ ഫുൾ പേടിയായിട്ട് വയ്യ. ഈ ഫെലിക്സിനെ കൊണ്ട് എന്തൊരു കഷ്ടം. പുറത്തിറങ്ങിയ ആൾക്കാരായിട്ട് അടി ഉണ്ടാക്കാനേ നേരുള്ളൂ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവനെന്തായാലും മേലുണ്ടാവും. എടാ ഫെലിക്സേ, എന്താ ജാക്കെ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി വീണ്ടും വന്നിക്കണേ? എൻ്റെ പൊന്ന് ഫെലിക്സ്, നീ വേഗം പെട്ടിയും കിടക്കെടുക്ക്. ഞാനൊക്കെ ഡിക്കി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാന്ന് ട്രിപ്പ്? ട്രിപ്പല്ല, ഇതൊരു പ്രത്യേക കാര്യമാണ്. ഒരാൾ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നു, പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം നീ എൻ്റെ അനിയനല്ലേ. ആ തൊപ്പി വെച്ചിട്ട് കുറേ ഒരു മസിലുള്ള ഒരാളാണോ? അവൻ തന്നെ. അവൻ തോറ്റ് കോളേജിൽ എൻ്റെ കൂടെ ആയിരുന്നു. ഞങ്ങളൊക്കെ ഊക്കി അവനങ്ങോട്ട് താഴത്തോട്ടാക്കി. അവൻ എന്നിട്ട് എയറിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പക തീർക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ പറഞ്ഞു. അവനെന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും, കാരണം അത്രയും ഞാനാണ് കൂടുതൽ അവനെ അടിച്ച് ഇടിച്ചും പൊളിച്ചൊക്കെ വെറുപ്പിച്ചിട്ടുള്ളത്. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ മറ്റേടത്തെ ഗ്യാസ് പോയി പിടിക്കാൻ നിൽക്കരുതെന്ന്. ഇവനെ കൊണ്ട് കിട്ടുന്ന ഒരു നിനക്കൊണ്ട് പറിക്കണം കേട്ടോ ഗൈസ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വില്ലേജിൽ കൊണ്ടാക്കി തരും. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയ്യോ, എന്താണ് ജാക്കെ, എനിക്ക് അവിടെ ഒന്നും പോയി നിൽക്കണ്ട, ഞാൻ നിൽക്കില്ല. മര്യാദക്ക് നിന്നാലേ എൻ്റേന്ന് നിനക്ക് കിട്ടും. നമ്മളെന്തായാലും ഈ വില്ലേജിൽ എത്തിയിട്ട്. ഡോ ശങ്കരാ, എവിടെയാണ് താൻ? എന്തെന്ന്? ശങ്കരാന്ന്. കറക്റ്റായി. ഇതാണോ നീ പറഞ്ഞ ചെറുക്കൻ, നിൻ്റെ അനിയൻ ഫെലിക്സ്? ഇത് തന്നെയാണ്. ഇവനെന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിർത്തണം.
നിന്റെ പോലെ വല്ല കേസും പിടിച്ചതാവൂലേ? ആടാ അതന്നെയാണ്. എന്തായാലും പിന്നെ എൻ്റെ അല്ലേ അനിയൻ, അതുകൊണ്ട് പിന്നെ എൻ്റെ പോലെ വന്നു. ഗൈസ് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫെലിക്സ് ഇപ്പോൾ ഇവിടെ സേഫാണ്. ഇനി ഞാൻ ബോസിനോട് എന്ത് പറയുന്നു വിചാരിച്ചിരിക്കട്ടോ. ബോസിനോട് നമുക്ക് എന്തായാലും ഒരു കള്ളം പറയാൻ പറ്റും. കാരണം ഫെലിക്സിനെ കൊടുക്കാൻ മാത്രം നമുക്ക് അങ്ങനെ അവൻ്റെ അടുത്തൊരു ഇതില്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ അനിയനും കൂടെയാണ് ഗൈസ്. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ബോസ് ഈ ഫെലിക്സിനെ കാണാനല്ലേ ഞാൻ കുറേ തിരഞ്ഞു അവൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ട്. പക്ഷേ ഈ ഫെലിക്സ് എന്ന് പറയുന്ന ആ ചെറുക്കൻ അവിടെ ഇവിടെയും ഇല്ല ബോസേ. നീ എന്തായി പറയുന്നേ? ഫെലിക്സിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് കറക്റ്റ് അറിയുന്നതാ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ വേഗം താവളത്തിലോട്ട് വാ. നിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ബോസ് എൻ്റെ പണി കഴിഞ്ഞല്ലോ പിന്നെന്താ? വാ. അയ്യോ എങ്ങോട്ടാ? എൻ്റെ വണ്ടിയിൽ, നിൻ്റെ വണ്ടിയിൽ പോയി കയറി വാടാ, എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത്. ഓക്കെ ബോസേ. ഗായ്സ് നമ്മളെന്തായാലും ഇത് അവിടെ എത്തിയിട്ട് പണ്ടാറ മരം ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? അല്ല പിന്നെ ഗായ്സ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തിനാ ബോസ് വിളിച്ചാറില്ല? ബോസേ എവിടെ അവരൊക്കെ? അല്ല ആരും ഇല്ലല്ലോ. ബോസ് എന്താ ഒറ്റയ്ക്ക്? അത് പറഞ്ഞു തരാം ഞാൻ എന്താണ് ഇവിടെ ഒറ്റയ്ക്കെന്ന്. ബോയ്സ് കമോൺ. എന്താണ് ബോയ്സ് ഗേൾസ് എന്നൊക്കെ വിളിക്കുന്നത് ബോസേ? കുട്ടാ പിന്നിലേക്ക് നോക്കൂ. ഇത് നമ്മുടെ ആൾക്കാരില്ലേ? നമ്മുടെ ആൾക്കാരോ? എൻ്റെ ഇറ്റ്സ് മൈ ഗാങ്സ്റ്റേഴ്സ്. അല്ല ബോസേ അപ്പം ഞാൻ എടാ ഫെലിക്സ് നിൻ്റെ അനിയനല്ലേ? ബോസേ അത് ഞാൻ സ്വന്തം അനിയനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റിയില്ലല്ലേ? എവിടെ കൊണ്ടുപോയിട്ടാണ് അവനെ ഒളിപ്പിച്ച് നിർത്തിയതെന്ന് സത്യം പറയടാ, അല്ലെങ്കിൽ നീ പരലോകത്തേക്കാണ് പോവുക. ഇവിടം വിട്ട് നീ എവിടേക്കും പോവില്ല. ഗൈസ് ഇയാളത് കണ്ടുപിടിച്ചു കേട്ടോ. ഗൈസ് ഇവൻ എന്തായാലും എല്ലാതും കണ്ടുപിടിച്ചിരിക്കണം. ഇവനെ ഇനി വെറുതെ വിട്ടാൽ ശരിയല്ല. ഞാൻ പൊട്ടനാണ് നീയൊക്കെ വിചാരിച്ചോടാ. എന്നാ പിടിച്ചോ, നീ ഇനി മൂത്രയിക്കണ്ടാ അവിടെ ജാക്കാരെന്നൊക്കെ ഇവന്മാർക്ക് അറിയില്ല. ബോസിന് നീ എന്താ ചെയ്തോ? അയ്യോ ബോസിൻ്റെ കൂടെ എല്ലാവരും പോയിക്കോ നരകത്തിലേക്ക്. എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടുത്തെ പോവാ. എന്തായാലും ഫെലിക്സിന് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. കാരണം അവൻ്റെ ആൾക്കാർ ഇനി ഇവിടെ ഉണ്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവനൊരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും അല്ല കേട്ടോ, അവന് കുറേ ഉണ്ട്. ഞാൻ അവരെ ബോസ് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവർക്കറിയില്ലല്ലോ ആരാന്ന്. അതുകൊണ്ട് എന്നെ അങ്ങനെ സംശയിക്കില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ്. പിന്നെ എനിക്ക് വണ്ടി ഒന്ന് മാറ്റും. എനിക്കൊരു അടിപൊളി വണ്ടി എടുത്താലോ ഗൈസ്? നമുക്കൊരു നല്ല വണ്ടി തന്നെ എടുക്കാം. കാരണം നമ്മുടെ കയ്യിൽ കാശ് കുറേ ഉണ്ട് കേട്ടോ. കാശ് പണോ തൊട്ട് മണി ഗായ്സ് ഇത് നോക്ക്. എൻ്റെ മോനെ ഒരു ഗോൾഡൻ താറ് സീനിടാ. പക്ഷെ എൻ്റെ മോനെ ഇതൊക്കെ ഡെലിവറിക്ക് എടുത്താൽ ആരാന്നൊന്നും അറിയില്ല കേട്ടോ. ഈ വണ്ടിയൊക്കെ മേടിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആളോ? എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വല്ല വണ്ടി വെക്കാം. നിന്നെക്കാട്ടി നല്ല വണ്ടി ഞാൻ എടുക്കണോ? ഗൈസ് ഇത് നോക്ക്, ഇവിടെ GTR ഉണ്ടല്ലോ. ഇതേതാ കാറ്? എനിക്കിതൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഈ ലംബോർഗിനി എടുക്കാം, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് ഏതാ ലംബോർഗിനിയുടെ ഏത് മോഡലാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ലംബോർഗിനി തന്നെ. നമുക്ക് എന്തായാലും ലംബോർഗിനി മതി. എന്തായാലും നമുക്ക് എൻ്റെ ഡെലിവറി പോയിട്ട് എടുക്കാം. ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക് ഓഫ് ദ ഷോറൂമേ ഗൈസ്. എന്തായാലും നമ്മൾ ഷോറൂമിൻ്റെ ബാക്കിൽ വന്നിട്ട് എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കുത്തി. എന്തായാലും ഇനി ഇത് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള കാര്യം നമ്മൾ മറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യം പോവാ, മോഡിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിതാ അവിടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതങ്ങോട്ട് മോഡിഫൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കളറ് നമുക്ക് ഏതാ കൊടുക്കുക? ഇവിടെ കുറേ കളറുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ കളേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഈ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് നല്ലൊരു അടിപൊളി കളർ തന്നെ. നമുക്ക് ഗ്ലാസ് ടിൻറ്റ് ചെയ്യാം കേട്ടോ, അതും ബ്ലാക്ക് തന്നെ മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹോണൊക്കെ അത് തന്നെ മതി ഗൈസ്. ഇനി നമുക്ക് വീല് മാറ്റാം. ഇതിൽ ഏതെടുക്കുക? ഈ ഒരു വീല് നല്ല രസമുണ്ട് ഗൈസ്, ആ ഒരു വീല് മതി. നമുക്ക് കളർ ഈ ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം, നല്ല രസമുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് നൈട്രോ ആഡ് ചെയ്യാം, അതിട്ടാലല്ലേ വണ്ടി പറക്കുള്ളൂ ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഒരു സ്മോക്കിൻ്റെ കളറും നമ്മൾ ഈ ഒരു ബ്ലൂ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാട്ടോ. ഇനി വണ്ടി കൊണ്ട് ഗ്യാരേജിലിടണം ഗൈസ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് നോക്ക് ഗൈസ്. എൻ്റെ മോനെ ആ സ്മോക്കൊക്കെ നല്ല രസമുണ്ടിട്ട് കാണാം ഗൈസ്. നൈട്രോ ഇട്ടപ്പോൾ ഭയങ്കര സ്പീഡ് കൂടിട്ടോ. സീന് മോനെ, വെറുതെ സീമനെ മുട്ട നിൽക്കിട്ട് സീമനെ ഗൈസ്. RDXത്തെ പാട്ടാണ്, ഇതൊക്കെ പഠിച്ചേക്കണേ എന്നെ വേണം പറയാൻ. പിന്നെ
ഒരു ഗ്യാങ്സ്റ്റർ ആകുമ്പോൾ ഇതൊക്കെ പഠിച്ചേക്കാലോ ഗൈസ്. നമുക്ക് ബീജം ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വെച്ച് ബൈൻഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.